എനിക്ക് ഒരു ഐഡിയ ഇല്ലാത്ത കാര്യമാണിത്, സോറി. ഞാൻ ബട്ട് ഐ തിങ്ക് ലെവൽ ക്രോസ്, ലെറ്റ്സ് സ്റ്റിക്ക് ടു ദാറ്റ്. അതെന്തുകൊണ്ടാണ് എന്നോട് തന്നെ ചോദിക്കാൻ കാരണം? ഓക്കെ സോറി, ഞാൻ അതിനെക്കുറിച്ച് അവെയർ അല്ല, ഐ എം സോറി. ഐ തിങ്ക് ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയുന്നതായിരിക്കും നല്ലത്. അല്ല, ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് കുറച്ചൊരു ഇപ്പം മലയാളത്തിൽ എനിക്ക് ആ സമയത്ത് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒരു ഫ്രഷ് മീൻസ് ഒരു സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ പാടില്ല, പിന്നെ ന്യൂ ഫേസ് വേണം. ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നപ്പം എനിക്ക് ആരോ ഒരാൾ, നമുക്ക് പെട്ടെന്ന് ഈ കാസ്റ്റിങ്ങിൻ്റെ സമയത്ത് ചിലപ്പോൾ പല ഫേസസും ഓർക്കത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ആരോ ഒരാൾ അവിടെ ഇരുന്ന് അപ്പോൾ പെട്ടെന്ന് എല്ലാവരും പറഞ്ഞു ഷീസ് ഗുഡ്, കറക്റ്റ്, ഇതിനകത്ത് മാച്ച് ചെയ്യുന്നുണ്ട് ക്യാരക്ടർ എന്ന് പറഞ്ഞു. ഇതൊരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിന്ന് പെട്ടെന്ന് പേര് പോപ്പപ്പ് ചെയ്ത് വന്നപ്പോൾ ഞങ്ങളങ്ങ് എടുത്ത ഡിസിഷനാണ്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് അമലേനെ അറിയാം, ഞാൻ വിളിക്കാൻ, ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞാൽ ഞാൻ ഇമ്മീഡിയറ്റ് വിളിക്കുകയായിരുന്നു. ജിത്തു സാർ, ഇപ്പോൾ 2019 കൂമൻ ഇറങ്ങിയ സമയത്ത് വന്ന ഈ റിവ്യൂസിലെ കാർഡുകൾ എഴുതിയിരിക്കുന്നതാണ്, അതുപോലെ ഈ വെള്ളം പോലെയാണ്, കൃത്യമായിട്ടുള്ള പാത്രത്തിൽ അത് ഒളിച്ചു വയ്ക്കാൻ കഴിവുള്ള ആളുകൾക്ക് ഹിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അങ്ങനെയാണ് കൂമന്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട പ്രത്യേകത അതായിരുന്നു. ആദ്യത്തെ പെർഫോമറിനെ നമുക്ക് കുറേ കാലത്തിന് ശേഷം കണ്ടു, കണ്ണുകളെ പറ്റിയിട്ടൊക്കെ അന്ന് സംസാരങ്ങൾ ഉണ്ടായിരുന്നു അവർക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഓരോ പടം കഴിയുമ്പോഴും സാറ് വന്നിട്ട് ഓരോ ആക്ടേഴ്സ് ഇന്നെ ഇപ്പോൾ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ നടനാണെന്ന് പറയുമ്പോൾ ലാലേട്ടനെ പറ്റി പറയും, അല്ലെങ്കിൽ കമലഹാസൻ സാർ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെയാണെന്ന് പറയും, രാജുവേട്ടനെ പറ്റി എന്ന് പറയുന്നത് എല്ലാ മേഖലയെ പറ്റിയും ധാരണയുള്ള ഒരാൾ എന്നുള്ളതാണ്. അസിസ്കരോട് ഇപ്പൊ ഒരു പടത്തിൽ ത്രൂ ഔട്ട് വർക്ക് ചെയ്യും, മറ്റൊരു പടം പ്രൊഡ്യൂസറായി നിൽക്കുകയും ചെയ്തല്ലോ, അദ്ദേഹത്തെ പറ്റി എന്താ പറയാ? ഈസ് എ ഡെയറിങ് ആക്ടർ. അതായത് വേറെ പലരും ചെയ്യാൻ മടിക്കുന്നത് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു ആക്ടറാണ്. ഞാനത് പറയാം, ഞാനിന്നിപ്പം ബോളിവുഡിലും ഒക്കെ ഞാൻ പോയി പല സബ്ജക്റ്റ് ഡിസ്കഷനും കാര്യങ്ങളും പ്രൊജക്റ്റുകളും ഉണ്ട്. മജോറിറ്റി ഓഫ് ദ ആക്ടേഴ്സ് ആർ ഇൻസെക്യൂർ. അങ്ങനെയാണോ ആ ക്യാരക്ടർ, ഇങ്ങനെയാണോ ഈ ക്യാരക്ടർ, അങ്ങനെയാണ് ഇത്, അങ്ങനെ ഒരു പ്രശ്നം ആസിഫിനില്ല. ചേട്ടാ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അതെന്തായാലും ക്യാരക്ടർ എന്തായാലും, അതാണ് ആസിഫിൻ്റെ പ്രത്യേകത. ആൻഡ് ബേസിക്കലി ഈസ് എ ടാലൻറ്റഡ് ആക്ടർ, അതുകൊണ്ടാണല്ലോ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ അതിനേക്കാളും ഈസ് എ ഡെയറിങ് ആക്ടർ. ഇപ്പം ഉയരെ എന്ന് പറയുന്ന സിനിമ ഞാനൊരു കൂമൻ്റെ കഥ കേൾക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ബഹുമാനവും സ്നേഹവും തോന്നി, കാരണം ആസിഫ് ആ ക്യാരക്ടർ ചെയ്തതാണ്. ഇപ്പോഴും ഇവിടുത്തെ ഒരു പ്രശ്നം, പല ആക്ട്രസസും ആക്ടേഴ്സിനോടും നമ്മൾ കഥ പറയുമ്പോൾ അയ്യോ എൻ്റെ ക്യാരക്ടറിന് ആ നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടാകും. ഞാൻ 12th മാൻ ചെയ്തപ്പോൾ ഫിദ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാനായിട്ട് കുറേ ആക്ട്രസുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ എല്ലാവരും മാറുക പേടിച്ച്. എന്തിനാ ഇങ്ങനെ ഇമേജ് കോൺഷ്യസ് ആകുന്നത്? ചാലഞ്ചിങ് ആയിരുന്നു, കാരണം ഫിസിക്കലി അല്ലെങ്കിൽ ലുക്ക് വൈസ് ഒന്നും അല്ല, ബട്ട് പെർഫോമൻസ് വൈസ്. കാരണം ഇതൊരു ഞാൻ പറഞ്ഞല്ലോ, ഈ ക്യാരക്ടേഴ്സിലൂടെയാണ് ഇതിൻ്റെ സ്റ്റോറി പോകുന്നത്. അപ്പം ഒത്തിരി ലേയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ പ്ലേ ചെയ്ത ചേത്താലി എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ എനിക്ക് ഒത്തിരി കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു, ഒരുപാട് ക്ലാരിറ്റി വേണ്ട ഒരു ക്യാരക്ടറായിരുന്നു. ഐ റിമെമ്പർ ഞാൻ ജിത്തു സാറിനെയും അവിടെ നിന്ന് ട്യൂണീഷ്യയിൽ നിന്ന് വിളിച്ചിട്ട് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു. ഞാൻ ഇതിനെക്കുറിച്ച് ഞാൻ ഒരു സൈക്യാട്രിസ്റ്റാണ് ഞാൻ പ്ലേ ചെയ്യുന്നത്. അപ്പം ഞാനൊരു ഡോക്ടർ, ഒരു സൈക്യാട്രിസ്റ്റ്, എനിക്കറിയാവുന്ന ഒരു ഡോക്ടറെ വിളിച്ചിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു ക്ലാരിറ്റിയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തിരുന്നു. ബട്ട് അവർ ഫസ്റ്റ് വാസ് ദെയർ. എനിക്ക് എൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ വ്യക്തമായി ക്ലിയർ ചെയ്ത് തന്ന്. അപ്പോൾ ആ ഒരു മെൻ്റൽ എക്സസൈസ്, ആ ഒരു പ്രോസസ്സ് വെച്ച് നോക്കുമ്പം ചാലഞ്ചിങ് ആയിരുന്നു. ബട്ട് എനിക്ക് ഐ റിയലി വോണ്ട് ടു താങ്ക് ഞങ്ങളുടെ DOP അപ്പു പ്രഭാകർ. ലൈക്ക് നമ്മൾ ചില സിനിമയിൽ നമുക്ക് തോന്നില്ലേ നമ്മളെ കാണാനായിട്ട് വളരെ ഭംഗിയുണ്ടെന്ന്. ലൈക്ക് ഐ ലുക്ക് റിയലി ഗുഡ്, ലൈക്ക് പ്രസൻറ്റഡ് വെരി വെൽ. ചില ആംഗിൾസ് ലൈക്ക് എല്ലാം ഞാൻ ചെയ്യുന്ന എൻ്റെ പെർഫോമൻസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് അപ്പം ആ ഒരു രീതിയിൽ എനിക്ക് ഐ എം റിയലി ഹോപ്പിംഗ് ഓഡിയൻസിന് ഇത് കാണുമ്പം മേ ബി ഒരു ഇന്ത്യൻ പ്രണയകഥയ്ക്കൊക്കെ ശേഷം എൻ്റെ അടുത്ത് ഒത്തിരി പേര് പറഞ്ഞിരുന്നു ലവ് സോങ് ഒക്കെ കണ്ടപ്പം അതിന് ശേഷമാണ് അമലേനെ ഇങ്ങനെ കാണുന്നത് മലയാളത്തിൽ, അങ്ങനത്തെ ഒരു പെർഫോമൻസ്. അപ്പം ഞാനും എക്സൈറ്റഡ് ആണ്. മേ ബി ഇത് കഴിയുമ്പം ആ ഒരു ഫീൽ അല്ലെങ്കിൽ ആ ഒരു വൈബ് ഇത് ക്രിയേറ്റ് ചെയ്യുമെന്ന് എനിക്കും ഒരു പ്രതീക്ഷയുണ്ട്.